കണ്ണൂരിലെ CPM ഗ്രാമങ്ങളിലേക്ക് അടുക്കാൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള മലയാളക്കരയിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആരു കേരളം ഭരിച്ചിട്ടും ജനാധിപത്യത്തിൻ്റെ പോലീസിനെ അടുപ്പിക്കില്ല CPMകാർ. പിന്നെ കൽക്കത്തയെക്കുറിച്ച് നിങ്ങൾ അറിയണോ? ഗുജറാത്തിൽ BJP ജയിക്കുന്നത് അവരുടെ ഫാഷിസ്റ്റ് തന്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിൽ പശ്ചിമ ബംഗാൾ CPM ഭരിക്കുന്നത് ഇതേ ഫാഷിസത്തെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ്. എനിക്കെൻ്റെ സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നമ്മൾ തിരിച്ചറിയണം ഈ യാഥാർത്ഥ്യങ്ങളെ. ആട്ടിൻതോൽ അണിഞ്ഞു വരുന്ന ഈ ചെന്നായ്ക്കളെ തിരിച്ചറിയണം, മനസ്സിലാക്കണം. താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് പച്ചക്കൊടി ഉപേക്ഷിച്ച് പോകുന്നവരുണ്ടല്ലോ, സ്നേഹമുള്ളവരെ, അത് ചെയ്യരുത്. ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മൾ തകർക്കുന്നത് ഒരു നന്മയാണ്. ഇവിടുത്തെ സകല മനുഷ്യരോടും ഞാൻ പറയാറുണ്ട്, സുഹൃത്തുക്കളോടൊക്കെ, മതസംഘടനകളുടെ വേദികൾ കിട്ടിയാൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ പുറത്തെത്ത് കുറച്ചൊന്ന് ആലോചിക്കണം. അള്ളാഹു അതിനുണ്ടാക്കിയതല്ലല്ലോ കേരളം എന്ന് പറഞ്ഞിട്ട്. നമ്മളുണ്ടാക്കിയ അതിരല്ലേ ഗുണ്ടിൽപ്പെട്ട കർണാടകയിലും ഗൂഡല്ലൂർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. അള്ളാഹു അങ്ങനല്ലല്ലോ കണക്കാക്കിയത്. യാ അയ്യുഹന്നാസ് എന്നാണ് ഖുർആന്റെ അഭിസംബോധന. നമ്മൾ അതിരുകൾ ഉണ്ടാക്കിയതാണ്. ഈ അതിരുകൾക്കപ്പുറത്ത് ജീവിക്കുന്നതും നമ്മുടെ സഹോദരന്മാരാണ്. നമുക്കൊരു സക്കാത്തിൻ്റെ ബാധ്യതയുണ്ട്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ അനുഭവ സാധ്യതകൾ അതില്ലാത്തവർക്ക് കൊടുക്കലാണ്. പൊന്നുകൊണ്ട് വിഭവം കൈവന്നവൻ പൊന്നില്ലാത്തവന് കൊടുക്കണം. ഭൂമി കൊണ്ട് വിഭവം കൈവന്നവൻ അതില്ലാത്തവന് കൊടുക്കണം. സമ്പത്തിൻ്റെ വിഭവമുള്ളവൻ സമ്പത്തില്ലാത്തവന് കൊടുക്കണം. അതാണ് സക്കാത്ത്. വിഭവം കൈവന്നവൻ ആരോ അവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഈ ഐക്യത്തിൻ്റെ വിഭവം അനുഭവിക്കുന്നവരാണ്. ഈ കൂട്ടായ്മയുടെ വിഭവം അതില്ലാത്തവരാണ് ബംഗാളിലെ മുസ്ലിങ്ങൾ. അവർക്ക് ഈ ഐക്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ യൂത്ത് ലീഗുകാര, പഠിച്ചു വരുന്ന വിദ്യാസമ്പന്നരായ നമ്മളുടെ കുട്ടികൾ അവരുടെ ആയുസ് ഉപയോഗിക്കണം. പുതിയ പുതിയ സാങ്കേതിക പരിജ്ഞാനങ്ങൾ നേടിയവർ, ടെക്നോളജി ഒരുപാട് വർദ്ധിച്ചു. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ നോക്കുക എന്നല്ലാണ്ട് എത്തൂല. എന്നാൽ ഇന്ന് നോക്കാം. വീട്ടിനകത്തിരുന്ന് ബംഗാൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾ ലോകത്തോട് സംസാരിക്കണം. ഈ മലയാളക്കരയെ കാണാൻ പറയണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യദുല്ലാഹി മാൽ ജമാ വമൻ ശദ്ദ ശുദ്ദ ഇലന്നാർ. ഒന്നിക്കുന്നവൻ്റെ കൂടെയാ അള്ളാഹു, ഭിന്നിക്കുന്നവന് നരകമാണെന്ന് പ്രവാചകൻ പറഞ്ഞു. എത്രമേൽ ക്രൂരമാണ് സ്നേഹമുള്ളവരെ. കേരളക്കരയിൽ ഒരു ജനതയെ ഐക്യത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 60 കൊല്ലായി തലയും മനസ്സും എല്ലാം നരച്ചു കിടക്കുന്ന ഈ സാധുക്കളായ കാരണവന്മാരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൻ്റെ വില കൊടുത്തിട്ട് മുസ്ലിം ലീഗിൻ്റെ മഹാസമ്മേളനങ്ങളിൽ, പൊതുയോഗങ്ങളിൽ ഈ ബാനറിൻ്റെ മുകളിൽ എഴുതിയത് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ എന്നാണ്. അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ച് ഐക്യപ്പെടണമെന്നാണ്. ആ ഐക്യത്തിൻ്റെ പാശത്തെ മുറുകെ പിടിച്ച് ഒരു ജനതയെ ഒരുമിപ്പിച്ച് നിർത്തി. മലയാളക്കരയിൽ ഐശ്വര്യങ്ങളുടെ നന്മയുടെ പുരോഗതി ഉണ്ടായി. ഈ മാർഗത്തിലേക്ക് വരാത്തവരോ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ലീഗ് മാത്രമായിരുന്നില്ല ഉത്തരം. ലീഗ് മാത്രമായിരുന്നില്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉത്തരം. 3 ചോദ്യം മുസ്ലിങ്ങൾ അഭിമുഖീകരിച്ചു. അബുൽ കലാം ആസാദിൻ്റെ ചോദ്യം, എന്തിനാങ്ങളിൽ മുസ്ലിം ലീഗ് ആവണത്? കോൺഗ്രസ് ആയിക്കൂടെ, സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കൂടെ, മറ്റേതെങ്കിലും ഒരു പാർട്ടി? ലീഗ് എന്തിന്? പിണറായി വിജയൻ കോഴിക്കോട് സമ്മേളനത്തിൽ ചോദിച്ചതുപോലെ അതായിരുന്നു ചോദ്യം. രണ്ടാമത്തത് അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന മതരാഷ്ട്രവാദിയുടെ ചോദ്യം, ഇന്ത്യയെ നിങ്ങൾ അങ്ങനെ അംഗീകരിക്കും? ഇന്ത്യയുടെ ജനാധിപത്യത്തെ, സോഷ്യലിസത്തെ, മതേതരത്വത്തെ ഇതൊക്കെ താക്കൂത്തിയല്ലേ, മനുഷ്യനുണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു രാഷ്ട്രത്തിന് വേണ്ടി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ചോ? മൗദൂദിയുടെ മാർഗം. 3ാമത്തെ മാർഗം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ മാർഗം. നിങ്ങൾ നല്ല മുസ്ലിം ആവുക, നല്ല ഇന്ത്യക്കാരനാവുക. ഒരു മുസ്ലിം നല്ല ഇന്ത്യക്കാരനായി ജീവിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാൾ വലിയ മതേതരവാദി ഇല്ല, സോഷ്യലിസ്റ്റ് ഇല്ല, ജനാധിപത്യ വിശ്വാസിയില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിൽ ഇഴുകിച്ചേർന്ന് മുസ്ലിം ലീഗ് എന്ന മുദ്രാവാക്യം വിളിച്ച് ഒരുമിച്ച് നിൽക്കുക. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തവരാര്? ഇന്ത്യയിലെ കോടാനുകോടി മുസ്ലിങ്ങൾ കൊടുത്തോ ഉത്തരം? ബംഗാളിലെ 49% മുസ്ലിങ്ങൾ കൊടുത്തോ? ഉത്തർപ്രദേശിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ കൊടുത്തോ? മഹാരാഷ്ട്രയിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ കൊടുത്തോ? ഇല്ല. അവരൊക്കെ അബുൽ കലാം ആസാദിൻ്റെ മാർഗത്തിലേക്ക് പോയി. കുറേ ആളുകൾ കോൺഗ്രസിൽ, കുറേ ആളുകൾ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ, കുറേ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ,
കുറെ ആളുകൾ BJP യിൽ അല്ലേ? 60 കൊല്ലം കഴിഞ്ഞു. എന്താണ് ബാലൻസ് ഷീറ്റ്? എന്താണ് ബാക്കി പത്രം? ഒരുപടി ആളുകൾ അബുൽ അഅ്ല മൗദൂദിയുടെ മാർഗത്തിലേക്ക് പോയി. വാളെടുത്താൽ വാള്, കത്തിയെടുത്താൽ കത്തി, ബോംബെടുത്താൽ ബോംബ്. ആദം സേന, ശിവസേന ഉണ്ടാക്കിയാൽ ആദം സേന, ബജ്രംഗ് ദൾ ഉണ്ടാക്കിയാൽ വേറൊരു സംഘടന, ഭാരതീയ ഹിന്ദു പരിഷത്ത് ഉണ്ടാക്കിയാൽ ഭാരതീയ മുസ്ലിം പരിഷത്ത്, BJP ഉണ്ടാക്കിയ PDP, RSS ഉണ്ടാക്കിയ ISS, അങ്ങനെ ഒരുപാട് സംഘടന ഇല്ലേ? ഇന്ത്യയിലെ പരിഷത്തും കൂടി വരുന്ന മുസ്ലിങ്ങൾ എവിടെ എത്തി? ഖായിദ മില്ലത്തിന്റെ മാർഗം ഈ ചെറു സംഘമാണ് ഏറ്റെടുത്തത്. അതിനൊരുപാട് വലിയ സംഘങ്ങൾ വേണ്ട. ലോകം മുഴുവൻ സഞ്ചരിച്ച് മടങ്ങി ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വന്ന് മരിച്ചുപോയ മർഹൂം ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ, ഇന്ത്യയുടെ മുഴുവൻ ഗ്രാമങ്ങളും. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഇസ്ലാമിൻ്റെ ഈ ഇസ്സത്തുണ്ടല്ലോ, ആ ഇസ്സത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജനത ഇന്ത്യയിൽ ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കേരളക്കരയിലാണ്. അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാക നിർബാധം ഉയർന്നു കാണുന്ന ഈ കേരളക്കരയിൽ ലോകത്തിലെവിടെയും ഇങ്ങനെ ഒരു ഉമ്മത്തിനെ കണ്ടിട്ടില്ല. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്തവർ കുറച്ചു പേർ. അള്ളാഹു അവരെ സഹായിച്ചു. യദുല്ലാഹി മഅൽ ജമാഅ, അള്ളാഹു അവരെ സഹായിച്ചു. ഈ നാട്ടിലെ ഒരു സഹോദര സമുദായത്തിൻ്റെയും മനസ്സ് വേദനിക്കാതെ അവരു ഇടമൊരുക്കി കൊടുത്ത് അവരൊന്നു ചേർന്ന് ഈ നാടിനെ കെട്ടിപ്പൊക്കാൻ ഈ ജനത നിന്നു.